ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തുന്നു. ഈ മാസം 15-ന് രാവിലെ 11:30-ക്ക് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലായിരിക്കും അദ്ദേഹം പങ്കെടുക്കുക. തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും NDA സ്ഥാനാർത്ഥികളായ വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. NDA BJP നേതാക്കളും പ്രവർത്തകരും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരങ്ങൾ വരുന്നത്. കഴിഞ്ഞ തവണ മോദി വന്നപ്പോൾ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കേരളത്തിലെ മുഴുവൻ പ്രവർത്തകർക്കും ആവേശം നൽകുന്നതാണ് എന്നാണ് VV രാജേഷ് വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വിവിധ മേഖലകളിൽ നിന്ന് മികച്ച പിന്തുണയാണ് കിട്ടുന്നത്. ഇക്കഴിഞ്ഞ ദിവസം എഞ്ചിനീയർമാരുടെ പിന്തുണ നൽകുന്നതിന് 1000-ഓളം പേരുടെ സമ്മേളനമാണ് നടത്തിയത്. നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വിവിധ മേഖലയിലുള്ള എഞ്ചിനീയർമാരുടെ പിന്തുണ പ്രഖ്യാപിക്കാനാണ് ഇക്കഴിഞ്ഞ നാളിൽ ഒത്തുകൂടിയത്. ഇത്തരത്തിലുള്ള പിന്തുണ വലിയ തോതിൽ ലഭിക്കുന്നത് BJPക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ലഭിക്കുന്നതിന്റെ പ്രതിഫലനമാണ് ഇതെന്നാണ് VV രാജേഷ് കൂട്ടിച്ചേർത്തത്. BJPക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഇക്കഴിഞ്ഞ പ്രാവശ്യം മുതൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലവും ഉൾപ്പെട്ടിരുന്നു. മോദി സർക്കാരിൽ വിജയകരമായ പ്രവർത്തനം കാഴ്ചവെച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൂടുതൽ ഇടപെട്ടിരിക്കുന്നത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിജയ സാധ്യതയും വളരെ കൂടുതലാണ്. അതിനുള്ള ആത്മവിശ്വാസം പകർന്നു നൽകുന്നതിന് വേണ്ടിയാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രധാനമന്ത്രിയുടെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്നാണ് BJP ജില്ലാ അധ്യക്ഷൻ VP രാജേഷ് വ്യക്തമാക്കുന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചരിത്ര മാറ്റം തന്നെ ഉണ്ടാകുമെന്നാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. രാജ്യം മുന്നേറുമ്പോൾ കേരളം പിന്നോട്ട് പോവുകയാണെന്ന് കുറ്റപ്പെടുത്തിയ അദ്ദേഹം തന്നെ വ്യക്തിപരമായി ആക്രമിച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ല എന്നും വ്യക്തമാക്കുകയാണ്. 8 കൊല്ലം സംസ്ഥാനം ഭരിച്ച LDF സർക്കാർ എന്ത് ചെയ്തു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കടം വാങ്ങിയാണ് കേരളത്തിൽ പെൻഷൻ പോലും കൊടുക്കുന്നത്. ഇക്കഴിഞ്ഞ 18 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു കറുത്ത പാട് എനിക്കില്ല. പൊതുജീവിതത്തിൽ ആത്മാഭിമാനമുള്ള ആളാണ് താൻ. വ്യക്തിപരമായി ആക്രമിച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ല. കോൺഗ്രസിന്റെ പണിയാണ് ഈ വ്യക്തി അധിക്ഷേപം. നെഗറ്റീവ് രാഷ്ട്രീയ കളി കോൺഗ്രസിന്റെ പണി തന്നെയാണ്. എന്നാൽ അവസാനത്തതിൽ സത്യം ജയിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. ചായയും സമൂസയും കഴിച്ച് ദില്ലിയിലിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ 2 പാർട്ടികളല്ലേ കോൺഗ്രസും CPM എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇക്കഴിഞ്ഞ 10 കൊല്ലത്തിൽ ഇവരെവിടെയും ഒരു വികസനവും ചെയ്തിട്ടില്ല. ജനങ്ങളെ ഭയപ്പെടുത്തുക, അക്രമം നടത്തുക, നുണ പറയുക എന്നതാണ് ഇവരുടെ രാഷ്ട്രീയം. BJPയുടെ രാഷ്ട്രീയം പുരോഗതി, വികസനം, തൊഴിൽ, നിക്ഷേപം എന്നിവയാണ്. പറഞ്ഞത് ചെയ്യുന്ന സർക്കാരാണ് മോദി സർക്കാർ എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.